Hello, welcome to anooptube. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് C++ൽ അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, റിക്കർഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിംഗ് മെത്തഡോളജി അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഒരു ട്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിക്കർഷൻ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ പ്രോഗ്രാമിങ്ങിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ ട്യൂട്ടോറിയൽസിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാകുന്ന ഒരു വേർഡാണ് റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ റിക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്താണെന്നും നമുക്കത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുന്നത് ഒരു ഫംഗ്ഷനെ ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുക, അല്ലെങ്കിൽ ആ ഫംഗ്ഷനെ ഇൻഡയറക്ട്ലി കോൾ ചെയ്യപ്പെടുന്ന ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യുന്നത്. അതായത് ഒരു ഫംഗ്ഷനെ ഡയറക്റ്റ്ലി ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നതും ഇൻഡയറക്ട്ലി ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതും പറയുന്ന പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്ന റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റിക്കേഷനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അതായത് നമുക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനെ തന്നെ നമുക്ക് കോൾ ചെയ്യേണ്ടി വരിക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു n നമ്പേഴ്സ് നമുക്ക് റിവേഴ്സിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, റിവേഴ്സിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ ഫോർ ലൂപ്പ് എഴുതിയതിനു ശേഷം നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്, വോയിഡ് ഓക്കെ. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രിൻറ്റ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ പ്രിൻറ്റ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിന് ഒരു ഇൻപുട്ട് എടുക്കണം അല്ലേ. അപ്പോൾ ഇൻറ്റ് n എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻപുട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, stdcin n. ഓക്കെ, അതിനുശേഷം ഞാൻ പ്രിൻറ്റ് n നമ്പേഴ്സ് ഓഫ് n ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ G++ recursion ഡോട്ട് CPP ആൻഡ് ./a വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളൊരു നമ്പർ കൊടുക്കണം, 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, 10 9 8 7 6 5 4 3 2 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു n നമ്പേഴ്സ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്, റിവേഴ്സിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ എക്സാമ്പിൾ റിക്കേഴ്സ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക്കലി നമ്മൾ ഈ ഫോർ ലൂപ്പിലിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ബേസിക്കലി നമ്മളിവിടെ ചെയ്യുന്ന ഒരു പാറ്റേൺ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ടല്ലേ, ഒരു പ്രിൻറ്റിങ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫംഗ്ഷനെ നമുക്ക് റിക്കേഴ്സീവ് ഫംഗ്ഷനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുക, അതായത് ഈ ഫോർ ലൂപ്പിനെ നമുക്ക് എങ്ങനെയാണ് റിക്കേഴ്സീവ് ഫംഗ്ഷനിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഫോർ ലൂപ്സിനെ നമുക്ക് ഒരു റിക്കേഴ്സിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലൂപ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കേഴ്സീവ് ഫംഗ്ഷനിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബിഗ് പ്രോബ്ലംസിനെ നമുക്ക് ഒരു സ്മോൾ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത്, പ്രിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ പ്രിൻറ്റ് നമ്പേഴ്സ് എന്ന് എഴുതിയില്ല ഞാൻ. ഓക്കെ, പക്ഷേ ഞാനിവിടെ എഴുതാൻ പോകുന്നത് വോയിഡ് പ്രിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, നമ്മൾ ബേസിക്കലി ഇവിടെ എന്താ ചെയ്യുന്നത്, എല്ലാത്തിനകത്തും ഫോർ ലൂപ്പിനകത്ത് എന്താ ചെയ്യുന്നത്, എല്ലാപ്പോഴും ഓരോ നമ്പറാണ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ബേസിക്കലി ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് സിമ്പിളി നമ്മൾ പ്രിൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിൻറ്റ് ചെയ്തു, എൻ്റെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഞാൻ ബേസിക്കലി അതിനെ സിമ്പിളി ഔട്ട്പുട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ബേസിക്കലി ഞാൻ എന്ത് ചെയ്തു, സിമ്പിളി ഔട്ട്പുട്ട് ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ ഫോർ ലൂപ്പിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കണം. അത് എപ്പോഴാണ് നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. ഓക്കെ, അതായത് കണ്ടിന്യൂസ്ലി നമുക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ്ലി കോൾ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, നമുക്കൊരു സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ്, ഒരു കണ്ടീഷൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ വെച്ച് നിർത്തണം. അതായത് ഈ ഫോർ ലൂപ്പ് നമ്മൾ എൻഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തുമ്പോൾ എൻഡ് ചെയ്യില്ലേ, ആ കണ്ടീഷൻ എന്താണ്, i > 1 ആണല്ലേ. അപ്പോൾ അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത്. if n > 1 ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ > 1 ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, > 1 കൊടുത്താൽ മതി, കാരണം നമ്മൾ ഫസ്റ്റാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യണം, പ്രിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യണം. ഓക്കെ, പ്രിൻറ്റ് നമ്പർ ഓഫ് n - 1 എന്ന് ഞാൻ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, നമ്മൾ നെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, n - 1 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും.
ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വിളിക്കാൻ പോകുന്നത് n ഒന്നിനേക്കാളും വലുതാണെങ്കിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് എന്ത് ചെയ്യും, n-1 കോൾ ചെയ്യും. അപ്പോൾ 9 എന്ന് കുറഞ്ഞ് കോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്നുകൂടി ഒരു സ്പേസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പ്രിൻറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന സാധനത്തിനെ ഒഴിവാക്കിയതിന് ശേഷം പ്രിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് സാധനത്തിന് മാത്രം വിളിച്ചു. പ്രിൻറ്റ് നമ്പർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു, നേരത്തെ കിട്ടിയ അതേ ഔട്ട്പുട്ട് തന്നെ എനിക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ g++recursion.cpp./a.out വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ടും ഒരു നമ്പർ കൊടുക്കണം. അപ്പോൾ ഞാൻ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 10, 9, 8, 7, 6, 5, 4, 3, 2, 1 നീട്ടി. അപ്പോൾ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാൻ ഇവിടെ n > 1 കൊടുത്തു. ഓക്കെ, > 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 0 പ്രിൻ്റ് ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകൊണ്ടാണുള്ള പ്രശ്നമാണ്. ഫസ്റ്റ് നമ്മളത് പ്രിൻറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ n = 1 കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. g++recursion.cpp and/a.out വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 കൂടി കിട്ടും. പക്ഷെ നമുക്ക് 0 വേണ്ട, 1 മാത്രമേ ആവശ്യമുള്ളെങ്കിൽ എന്ത് ചെയ്താൽ മതി, > 1 മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 10 മുതൽ 1 വരെ അല്ലെങ്കിൽ 0 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മളിത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്ത് പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് കോൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഫസ്റ്റ് നമ്മൾ കോൾ ചെയ്യുന്നത് എന്തായിരിക്കും, പ്രിൻറ്റ് നമ്പർ ഓഫ് n എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് n നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, 10 എന്നായിരിക്കും കൊടുക്കാന്നല്ലേ. ഓക്കെ, 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, n-ൻ്റെ അകത്തോട്ട് എന്ത് വരും, 10 എന്ന് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ബേസിക്കലി അത് പ്രിൻറ്റ് ചെയ്തു. പ്രിൻറ്റ് ചെയ്തതിന് ശേഷം n > 1 ആണോ നോക്കി, > 1 ആണെങ്കിൽ വീണ്ടും പ്രിൻറ്റ് നമ്പർ കോൾ ചെയ്യും. അപ്പോൾ പ്രിൻറ്റ് നമ്പർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇടയ്ക്ക് പോവും, വീണ്ടും നമ്മൾ ഈ ഫംഗ്ഷനിലോട്ട് തന്നെ വരും, അത് വീണ്ടും പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ n-1 എന്ന് പറയുന്നതിലേക്ക് 9 ആയിരിക്കും. ഓക്കെ, അങ്ങനെ വീണ്ടും നെക്സ്റ്റ് എന്ത് ചെയ്യും, n > 1 ആണോ നോക്കും, ആണ്, 9 1-നേക്കാളും ഗ്രേറ്റർ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും n-1 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്തു, 1 വരെ എത്തി. 1 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ എത്തും, n-ലോട്ട് എത്തും. എന്നിട്ട് എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം n > 1 ആണോ, അല്ല. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ആ ഫംഗ്ഷനെ കോൾ ചെയ്യില്ല, അതോടെ ഈ ഫംഗ്ഷൻ എൻഡ് ആവും. ഓക്കെ, ബേസിക്കലി ഈ ഫംഗ്ഷൻ എൻഡ് ആവും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ റിവേഴ്സ്, ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം, ഒരു ഇൻക്രിമെൻറ്റിംഗ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ, ഇതിൻ്റെ വർക്കിംഗ് ഓൾറെഡി മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബേസിക്കലി ഈ സി ഔട്ടിനെ നമുക്ക് എന്ത് ചെയ്താൽ ലാസ്റ്റിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിനെ ഇൻക്രീസിങ് ഓർഡറിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്ത് നോക്കാം, g++recursion.cpp./a.out വിളിച്ച് 10 കഴിഞ്ഞ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1, 2, 3, 4, 5, 6 അപ് ടു 100 വരെ, അപ് ടു 10 വരെ നമുക്ക് എന്ത് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു റിക്കേഷനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കേഷനാക്കി മാറ്റാൻ നിങ്ങൾ പഠിച്ചു. അപ്പോൾ എന്താണ് റിക്കേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഒരു ഫംഗ്ഷനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ളൊരു റിക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ഐഡിയ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്പറിൻ്റെ ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് 10 ഫാക്ടോറിയൽ ആണെങ്കിൽ നമ്മൾ 10 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നത് നമ്മൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടാണ്. അപ്പോൾ 10 ഫാക്ടോറിയൽ = 10 × 9 × 8 അങ്ങനെ അപ് ടു × 1 വരെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഫാക്ടോറിയൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് എത്രയാണോ നമ്പർ 1 മുതൽ 1 വരെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാക്ടോറിയലിൻ്റെ കൺസെപ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്കലി ഒരു ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് അതിനെന്ത് ചെയ്യാം, അതിന് ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് void ഫാക്ടോറിയൽ. ഓക്കെ, void ഫാക്ടോറിയൽ എന്ന് എഴുതിയതിനു ശേഷം ഞാൻ ഇൻഡ് എന്ന് എഴുതി വെച്ചു. അതിനുശേഷം ഫോർ ലൂപ്പ് ഇടാൻ പോകട്ടോ. ഫോർ എന്ന് എഴുതിയതിനു ശേഷം ഇൻഡ് i = n. ഓക്കെ, i > or = 1 and i -. അതിനുശേഷം ഇനി ഇൻഡ് ഫാക്ട് എന്ന് എഴുതി വെച്ചു. ഞാൻ ഇൻഡ് ഫാക്ട് = 1, ഒരിക്കലും 0 എന്ന് കൊടുക്കരുത്, മൾട്ടിപ്ലൈ ആണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം ഫാക്ട് = ഫാക്ട് ഇൻറ്റു i. ഓക്കെ, അതിനുശേഷം റിട്ടേൺ ഫാക്ട്. ഓക്കെ, ഇവിടെ void അല്ല കൊടുക്കുന്നത്, ഇൻഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, റിട്ടേൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിനുശേഷം സേവ് ചെയ്തു. അതിനുശേഷം ഇവിടെ പ്രിൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ കോൾ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് കിട്ടേണ്ടത് 5 ഫാക്ടോറിയലാണ് കിട്ടേണ്ടത് വിചാരിക്കുക.
അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഫാക്ടോറിയൽ ഓഫ് std cout ഓഫ് ഫാക്ടോറിയൽ ഓഫ് n. ഞാൻ എന്നോട് കൊടുക്കാൻ പോകുന്ന 5 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എഴുതുന്നത് g++ recursion.cpp./a.out വിളിച്ച് കഴിഞ്ഞ ശേഷം 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 120 കിട്ടിയില്ലേ. ഓക്കെ, ബേസിക്കലി കിട്ടി. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 5 ഫാക്ടോറിയൽ 120 അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫാക്ടോറിയലിൻ്റെ ബേസിക്കലി ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഒരു വീഡിയോസിൽ നമ്മൾ പറയുന്നത് ഈ ഫാക്ടോറിയലിൻ്റെ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ എഴുതുന്ന കാര്യമായിരിക്കും നമ്മൾ എല്ലായ്പ്പോഴും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെയിം സാധനത്തിന് നമുക്ക് എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇൻറ്റ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതിട്ടോ. ഓക്കെ, ഇൻറ്റ് ഫാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനാണ്. അതിനുശേഷം ഇൻറ്റ് n എന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കൊടുത്തു. എന്താണോ കൊടുത്തത് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ബേസിക്കലി ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു i. ഓക്കെ, ഇവിടെ i ഇങ്ങനെ മൈനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുക്കുന്നത് റിട്ടേൺ n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. പക്ഷേ if n ഇവിടെ കണ്ടീഷൻ, ഒരു ബേസ് കണ്ടീഷൻ കൊടുക്കണം. നമുക്ക് എപ്പോഴും നമുക്കറിയാവും, നമുക്ക് ഫാക്ടോറിയലിൻ്റെ നമുക്ക് ബേസിക്കൽ കൺസെപ്റ്റാണ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം, 1 ആയിരിക്കും. ഓക്കെ, ഓർ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ if n ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ 1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, ബേസിക്കലി ഇത്രേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാക്ടോറിയൽ നമുക്ക് ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇൻറ്റ് ഫാക്ടോറിയൽ ഓഫ് എന്നും കൊടുത്തു, അതിനുശേഷം ഇൻറ്റ് ഫാക്ട് ഓഫ് എന്നും കൊടുത്തു, അതിനുശേഷം ഇവിടെ std എൻഡിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 തവണ നമുക്ക് 2 തരത്തിൽ കണ്ടുപിടിച്ചാലും നമുക്ക് സെയിം ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ അത് വർക്കാവുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ g++ recursion.cpp and ./a.out അതിനുശേഷം 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, 120 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ബേസിക്കലി ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ വെച്ചിട്ടും ഫോർ ലൂപ്പ് വെച്ചിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മളൊരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രം, അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്പർ അത് ഇൻറ്റു -1, അതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള ഇവിടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ആ പാറ്റേൺ ആണ് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബേസിക്കലി ഒരു സിമ്പിൾ ഫംഗ്ഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു ബേസ് കണ്ടീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ബേസ് കണ്ടീഷൻ നമ്മൾ എപ്പോഴും കൊടുത്തിരിക്കണം. ബേസ് കണ്ടീഷൻ ഇല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരും. ഇത് നമുക്ക് കാണിച്ചു തരാം. ഞാനിതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ g++ recursion.cpp അതിനുശേഷം ഞാൻ 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വരിക. ഓക്കെ, ഇതുണ്ടോ, ഇതോടെ സ്റ്റക്കായിട്ട് നിൽക്കും ഇങ്ങനെ. ഓക്കെ, കണ്ടത് സെഗ്മെൻറ്റേഷൻ കോർ ഡംപ് എന്ന് പറഞ്ഞിട്ട് ഒരു എറർ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാക്ക് ഓവർഫ്ലോ ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എപ്പോഴും ഒരു ബേസ് കണ്ടീഷൻ ഇല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് ഇൻഫിനിറ്റ് ആയിട്ട് റൺ ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇൻഫിനിറ്റ് ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ക്രാഷ് ആവും. ഓക്കെ, സിസ്റ്റം ക്രാഷ് ആവും, മെമ്മറി ലീക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്നിട്ട് 120. ഓക്കെ, അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. കമൻറ്റ് സെക്ഷനിൽ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.